വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വൻതോതിൽ വെള്ളം തുറന്നുവിട്ട തമിഴ്നാട്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടിയതോടെയാണ് 9 ഷട്ടറുകൾ 120 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. നിലവിൽ 6 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. തമിഴ്നാടിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആ വാർത്തയിലേക്ക് തിരികെ എത്താം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയുടെ കോവാക്സിന് സൗദിയിൽ ഭാഗികമായ അംഗീകാരം. ഹജ്ജ് ഉംറ തീർത്ഥാടനത്തിനും സന്ദർശനത്തിനുമാണ് കോവാക്സിൻ ഉൾപ്പെടെ 4 വാക്സിനുകൾക്ക് അംഗീകാരം നൽകിയത്. എന്നാൽ സൗദിയിലെത്തിയാൽ ഇവർക്ക് 3 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. ഇന്ത്യയുടെ കോവിഡ് വാക്സിനായ കോവാക്സിൻ സ്വീകരിച്ചവർക്കും ഹജ്ജ് ഉംറ വിസകളിലും വിസിറ്റ് വിസകളിലും സൗദിയിലെത്താമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ നിലവിൽ അംഗീകാരമില്ലാത്തതും എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമുള്ളതുമായ 4 വാക്സിനുകളാണ് സന്ദർശകർക്കും തീർത്ഥാടകർക്കുമായി സൗദി അംഗീകാരം നൽകിയത്. കോവാക്സിൻ, സിനോഫാം, സിനോവാക് എന്നിവയ്ക്ക് ഡിസംബർ 1 മുതലും സ്പുട്നിക്കിന് ജനുവരി 1 മുതലുമാണ് അംഗീകാരം നൽകുന്നത്. ഈ വാക്സിനുകളുടെ 2 ഡോസ് എടുത്ത് ഇമ്മ്യൂൺ ആയവർക്ക് സൗദിയിൽ പ്രവേശിക്കാമെങ്കിലും സൗദിയിലെത്തി 3 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. ക്വാറന്റൈൻ തുടങ്ങി 48 മണിക്കൂറിന് ശേഷം PCR പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. എന്നാൽ സൗദിയിൽ അംഗീകാരമുള്ള ഫൈസർ, ആസ്ട്രാസെനക്ക അഥവാ കോവിഷീൽഡ്, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകൾ എടുത്ത് വരുന്നവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല. ഇവർക്ക് സൗദിയിലെത്തി നേരിട്ട് ഹറം പള്ളിയിൽ പ്രവേശിക്കാൻ സാധിക്കും. കോവാക്സിന് അംഗീകാരം ലഭിച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഹജ്ജ് ഉംറ വിസകൾ അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ. എന്നാൽ സൗദിയിൽ ഇഖാമയുള്ള പ്രവാസികളുടെ തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ ആകാൻ സൗദിയിൽ അംഗീകാരമുള്ള വാക്സിനുകൾ തന്നെ സ്വീകരിക്കണമെന്ന വ്യവസ്ഥയിൽ നിലവിൽ മാറ്റമൊന്നുമില്ല. ജലീൽ കടമകലം, 24, ജിദ്ദ. സൗദിയിൽ ആൾക്കൂട്ടമുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ തുറന്ന സ്ഥലത്താണെങ്കിലും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ആരാധനാലയങ്ങൾ ഉൾപ്പെടെ അടച്ചിട്ട ചില സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നതോടൊപ്പം അകലം പാലിക്കുകയും വേണം. കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിൽ തുറന്ന സ്ഥലത്ത് മാസ്ക് ധരിക്കേണ്ടതില്ല എന്നാണ് സൗദി ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ തുറന്ന സ്ഥലമാണെങ്കിലും തിരക്കുള്ള സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വക്താവ് മുഹമ്മദ് അബ്ദുൽ ആലി നിർദ്ദേശിച്ചു. വിനോദ, കായിക, സാംസ്കാരിക പരിപാടികളിലും ആൾക്കൂട്ടമുള്ള മറ്റു പരിപാടികളിലുമെല്ലാം തുറന്ന സ്ഥലമാണെങ്കിലും മാസ്ക് ധരിക്കണം. അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കൽ നിർബന്ധമാണെന്ന് നേരത്തെ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പരിഷ്കരിച്ച കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം തുറന്ന സ്ഥലങ്ങളിലും അടച്ചിട്ട സ്ഥലങ്ങളിലും അകലം പാലിക്കൽ നിർബന്ധമില്ല. എന്നാൽ ആരാധനാലയങ്ങളിലും തവക്കൽന ആപ്പിലെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥാപനങ്ങളിലുമെല്ലാം അകലം പാലിക്കൽ നിർബന്ധമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. 2 ഡോസ് വാക്സിൻ എടുത്ത് ഇമ്മ്യൂൺ ആയവർക്ക് മാത്രമാണ് പൊതു ഇടങ്ങളിൽ പ്രവേശനം നൽകുന്നത്. തവക്കൽന ആപ്പിലെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നോക്കിയാണ് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഫെബ്രുവരി 1 മുതൽ ബൂസ്റ്റർ ഡോസ് കൂടി എടുത്തവർക്ക് മാത്രമേ തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കുകയുള്ളൂ. അതായത് പൊതു ഇടങ്ങളിൽ പ്രവേശിക്കാൻ കോവിഡ് വാക്സിന്റെ 3 ഡോസുകൾ സ്വീകരിക്കണം. 2ാമത്തെ ഡോസ് എടുത്ത് 6 മാസം കഴിഞ്ഞാൽ 3ാമത്തെ ഡോസ് സ്വീകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ജലീൽ കടമകലം, 24, ജിദ്ദ. സൗദിയിൽ നിന്ന് 43 കോവിഡ് കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. 2028 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 43 കോവിഡ് കേസുകളും 26 രോഗമുക്തിയുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്തെ കോവിഡ് കേസുകൾ 5,49,955 രോഗമുക്തി നേടിയവർ 5,39,082 24 മണിക്കൂറിനിടെ 42,931 സാമ്പിളുകൾ പരിശോധിച്ചു. 0.1% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ മരണസംഖ്യ 8,845. 2,028 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 37 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ജിദ്ദയിലും റിയാദിലും 14 വീതവും മക്കയിൽ 3ഉം ദഹ്റാനിൽ 2ഉം കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. മറ്റു 10 നഗരങ്ങളിൽ ഓരോന്ന് വീതം കോവിഡ് കേസുകളും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജിദ്ദയിൽ 243ഉം റിയാദിൽ 114ഉം മക്കയിൽ 109ഉം മദീനയിൽ 106ഉം പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 24, ജിദ്ദ. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനെ വരവേൽക്കാൻ ഒരുങ്ങിയ റിയാദ് സീസൺ. ഡിസംബർ 10 ദ ബാങ്ക് റീലോഡഡ് ടൂർ എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ പ്രഭുദേവ ഉൾപ്പെടെയുള്ള താരങ്ങൾ അണിനിരക്കുന്ന സ്റ്റേജ് ഷോ അരങ്ങേറും. റിയാദ് സീസൺ 2ാം എഡിഷന്റെ ഭാഗമായി അരങ്ങേറുന്ന
ദ ബാങ്ക് പരിപാടി അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി. ഡിസംബർ 10 വൈകുന്നേരം 7:30 റിയാദ് ബോളിവാർഡ് ഇന്റർനാഷണൽ അരീനയിലാണ് ഇന്ത്യൻ താരങ്ങൾ അണിനിരക്കുന്ന പ്രത്യേക പരിപാടിക്ക് വേദി ഒരുങ്ങുന്നത്. ആയുഷ് ശർമ്മ, ശില്പ ഷെട്ടി, ജാക്ലിൻ ഫെർണാണ്ടസ്, സായ് മഞ്ചരേക്കർ, ഗുരു രൺധാവ, ഹാസ്യനടൻ സുനിൽ ഗ്രോവർ, മനീഷ് പോൾ എന്നിവരടങ്ങുന്ന ബോളിവുഡ് താരങ്ങളും സൽമാൻ ഖാനൊപ്പം പരിപാടിയിൽ പങ്കെടുക്കും. പ്രഭുദേവയും സംഘവും അവതരിപ്പിക്കുന്ന ചടുല നൃത്തങ്ങളും അരങ്ങേറും. At International Arena Parade Zone as part of Riyadh season. ഹിന്ദി ചലച്ചിത്ര താരങ്ങൾക്ക് ഏറെ ആരാധകരാണ് അറബ് നാടുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് പുറമെ GCC രാജ്യങ്ങളിലെ പൗരന്മാരും ദ ബാങ്ക് സ്റ്റേജ് ഷോ ആസ്വദിക്കാനെത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. സൗദിയിൽ ടാക്സികളിലെ ഓട്ടോമാറ്റിക് പരിശോധന തുടങ്ങി. വാഹനങ്ങളുടെയും ഡ്രൈവറുടെയും രേഖകളുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തത്സമയം പിഴ ഈടാക്കുന്നതാണ് പുതിയ പരിശോധനാ രീതി. ആദ്യഘട്ടത്തിൽ ടാക്സികളിൽ മാത്രമായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. റോഡിൽ സ്ഥാപിച്ച ക്യാമറകൾ വഴി നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്ത് വാഹനങ്ങളുടെയും ഡ്രൈവറുടെയും രേഖകളുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തത്സമയം പിഴ ഈടാക്കുന്നതാണ് പുതിയ പരിശോധന രീതി. ഇതോടെ ഓൺലൈൻ വഴി ട്രാഫിക് വിഭാഗത്തിലെ സിസ്റ്റത്തിൽ രേഖകൾ പരിശോധിക്കും. വാഹനത്തിന്റെ ഫിറ്റ്നസ്, ഇൻഷുറൻസ് എന്നിവയുടെ കാലാവധി കഴിഞ്ഞെങ്കിൽ ഉടൻ പിഴ സന്ദേശമെത്തും. ഓരോ ടാക്സിയിലെയും ഡ്രൈവറുടെ ലൈസൻസോ രേഖകളോ കാലാവധി കഴിഞ്ഞതാണെങ്കിലും പിഴ വീഴുമെന്നുറപ്പ്. രണ്ടാം ഘട്ടത്തിൽ ബസ്സുകളും ട്രക്കുകളും ഈ പുതിയ രീതിയിലുള്ള പരിശോധനയ്ക്ക് വിധേയമാകും. സുബൈറുദ്ദീനൂർ, 24, ദമാം. സൗദി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ഒമാനിൽ ഔദ്യോഗിക സന്ദർശനം ആരംഭിച്ചു. GCC രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ഗൾഫ് സഹകരണ കൗൺസിൽ ഭരണാധികാരികളുമായി ആശയവിനിമയം നടത്താനും ഉഭയകക്ഷി സൗഹൃദം ശക്തിപ്പെടുത്താനുമാണ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ പര്യടനം. ഒമാനു പുറമെ UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളും വിവിധ മേഖലകളിലെ സഹകരണവും പൊതുതാൽപര്യമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഒമാൻ സൗദി സാമ്പത്തിക സഹകരണത്തിന്റെ പുതിയ ഘട്ടത്തിനുള്ള തുടക്കമാണ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ സന്ദർശനം. ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ സന്ദർശനമാണിതെന്നും ഒമാൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസി അറിയിച്ചു. നൂതന സാങ്കേതിക വിദ്യകൾ, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ, വ്യവസായം, ആരോഗ്യം, റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, പെട്രോ കെമിക്കൽ, വിവരസാങ്കേതിക വിദ്യ തുടങ്ങി നിരവധി മേഖലകളിൽ സഹകരിച്ചു പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും നേരത്തെ ധാരണയിലെത്തിയിരുന്നു. ഇതിന് ഊർജ്ജം പകരുന്നതാകും പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ സന്ദർശനം. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. UAEയുടെ സുവർണ ജൂബിലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രക്തദാനവുമായി UAEയിലെ പ്രവാസി സംഘടനകൾ. KMCC, ഇൻകാസ്, ഒപ്പം ബ്ലഡ് ഡോണേഴ്സ് ഫോറം എന്നിവരാണ് വിവിധയിടങ്ങളിൽ രക്തദാനം നടത്തി UAEയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്. UAEയുടെ സുവർണ ജൂബിലി വർഷത്തെ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷമാക്കുകയാണ് വിവിധ പ്രവാസി സംഘടനകൾ. UAEയുടെ വിവിധയിടങ്ങളിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രക്തദാന പരിപാടികളിൽ 100 കണക്കിന് ആളുകളാണ് പങ്കുചേർന്നത്. KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കൈനസ് ബ്ലഡ് ഡൊണേഷൻ സംഘവുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. ലത്തീഫ ഹോസ്പിറ്റൽ അങ്കണത്തിൽ നടത്തിയ ക്യാമ്പ് മുസ്ലിം ലീഗ് ട്രഷറർ കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സമൂഹത്തിന് UAE ഭരണകൂടം നൽകുന്ന കരുതൽ വിലമതിക്കാനാകാത്തതാണെന്ന് മാഹിൻ ഹാജി പറഞ്ഞു. ഇതിനു മുൻപും 2000-ലധികം യൂണിറ്റ് രക്തം ജില്ലാ KMC സംഘടിപ്പിച്ച ക്യാമ്പിലൂടെ ദുബായ് ബ്ലഡ് ബാങ്കിന് നൽകിയിരുന്നു. ഇൻകാസ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ അബുദാബി ബ്ലഡ് ബാങ്കിൽ വെച്ചാണ് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബ്ലഡ് ഡോണേഴ്സ് കേരള UAEയും വിവിധ എമിറേറ്റുകളിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അബുദാബി, റാസൽ ഖൈമ, ദുബായ് എന്നീ എമിറേറ്റുകളിൽ വെച്ച് നടത്തിയ ക്യാമ്പുകൾ പ്രവാസികളുടെ വലിയ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. 24, ദുബായ്. ബഹിരാകാശ സഞ്ചാരത്തിന് തയ്യാറെടുക്കുന്ന നൂർ അൽ മത്രൂഷി, മുഹമ്മദ് അൽ മുല്ല എന്നിവരുടെ പരിശീലന പരിപാടി അടുത്ത മാസം ആരംഭിക്കും. അമേരിക്കയിലാണ് 2 വർഷം നീളുന്ന പരിശീലനം നടക്കുക. നാസയുടെ നേതൃത്വത്തിലാണ് നൂറ അൽ മത്രൂഷി ഉൾപ്പെടെയുള്ള UAEയുടെ പുതിയ ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള പരിശീലന പരിപാടി നടക്കുക. അമേരിക്കയിലെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിൽ ജനുവരി 1 പരിശീലന പരിപാടി ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2 വർഷമാണ് പരിശീലന കാലയളവ്. നേരത്തെ 1400 എമിറാത്തി വനിതകൾ ഉൾപ്പെട്ട 4305 അപേക്ഷകരിൽ നിന്നാണ് രണ്ടാം ഘട്ടത്തിൽ UAEയുടെ ബഹിരാകാശ യാത്രാ സംഘത്തിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്ന നൂറ അൽ മത്രൂഷിയെയും ദുബായ് പോലീസിന്റെ മുൻ ഹെലികോപ്റ്റർ പൈലറ്റായിരുന്ന മുഹമ്മദ് അൽ മുല്ലയെയും തെരഞ്ഞെടുത്തത്.
നൊറാൽ മത്രൂഷിയുടെ പര്യടനം പൂർത്തിയാകുന്നതോടെ അറബ് ലോകത്ത് നിന്ന് ആദ്യമായി ബഹിരാകാശ യാത്രയ്ക്ക് വനിതയെ അയച്ച രാജ്യമെന്ന ഖ്യാതി UAEക്ക് സ്വന്തമാകും. 24 ദുബായ്. മാസങ്ങൾക്ക് ശേഷം UAEയിലെ പ്രതിദിന കോവിഡ് കേസുകൾ 50-ൽ താഴെയായി. 48 പുതിയ കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് ബാധിച്ച ഒരാൾ മരിച്ചതായും അധികൃതർ അറിയിച്ചു. ഒരു വർഷത്തിനിടെ ഇതാദ്യമായാണ് UAEയിലെ പ്രതിദിന കോവിഡ് കേസുകൾ 50-ൽ താഴെ എത്തുന്നത്. 3,07,646 പേർക്ക് കോവിഡ് പരിശോധനകൾ നടത്തിയതിൽ നിന്ന് ഇന്ന് 48 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ UAEയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7,42,376 ആയി. 24 മണിക്കൂറിടെ 70 പേർ രോഗമുക്തി നേടിയതോടെ ഇതുവരെ UAEയിൽ കോവിഡ് മുക്തരായവരുടെ എണ്ണം 7,37,400 ആയിട്ടുണ്ട്. അതേസമയം ഇന്ന് കോവിഡ് ബാധിച്ച് ഒരാളുടെ മരണമാണ് UAEയിൽ രേഖപ്പെടുത്തിയത്. ഇതോടെ UAEയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2,149 ആയി ഉയർന്നതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. 24 ദുബായ്. GCCയിലെ ഏറ്റവും വലിയ കത്തീഡ്രലായ അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രലിന്റെ വെഞ്ചരിപ്പ് ഡിസംബർ 10-ന് ബഹ്റൈനിൽ നടക്കും. ഡിസംബർ 9-ന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ ദേവാലയത്തിന്റെ പൊതു ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഡിസംബർ 10-നാണ് പരിശുദ്ധ കന്യാമാതാവിന്റെ നാമധേയത്തിൽ ബഹ്റിനിൽ നിർമ്മാണം പൂർത്തിയായ അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രലിന്റെ കൂദാശ നടക്കുക. ചടങ്ങിൽ വത്തിക്കാൻ തിരുസംഘത്തിന്റെ തലവനായ കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലയാണ് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുന്നത്. വെഞ്ചരിപ്പിന്റെ തലേദിവസം ഡിസംബർ 9-ന് ബഹ്റിൻ ഭരണാധികാരിയും രാജാവുമായ ഹമദ് ബിൻ ഈസ അൽ ഖലീഫ കത്തീഡ്രലിന്റെ പൊതു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഫാദർ സജി തോമസ്, ഫാദർ സേവ്യർ മരിയാൻ ഡിസൂസ, റോഡ്രിഗോ സി അക്കോസ്റ്റ, ജീസസ് സി പാലഗോഡ്, മൈക്കിൾ ബ്യൂണോ കാർനെ, ജിക്സൺ ജോസ്, ബിനോയ് എബ്രഹാം, രഞ്ജിത്ത് ജോൺ എന്നിവർ അറിയിച്ചു. രാജാവ് സമ്മാനമായി നൽകിയ ഭൂമിയിലാണ് 2300-നടുത്ത് ആളുകളെ ഉൾക്കൊള്ളുവാൻ ശേഷിയുള്ള കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അന്തരിച്ച വടക്കൻ അറേബ്യയുടെ അപ്പോസ്തോലിക് വികാരിയായിരുന്ന കാമിലിയോ ബലിൻ മെത്രാന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് കത്തീഡ്രലിന്റെ നിർമ്മാണത്തിനൊപ്പം പൂർത്തിയാകുന്നത്. പരിശുദ്ധ കന്യാമാതാവിന്റെ ബഹുവർണ്ണത്തിലുള്ള രൂപമായിരിക്കും കത്തീഡ്രലിന്റെ പ്രധാനപ്പെട്ട ആകർഷണം. ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ദേവാലയത്തിന്റെ ചെറുമാതൃക ബഹ്റിൻ രാജാവ് നേരിട്ട് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചിരുന്നു. ഏതാണ്ട് 95,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രലിന്റെ നിർമ്മാണം. ബഹ്റിൻ രാജാവ് കത്തീഡ്രൽ നിർമ്മാണത്തിനായി ഭൂമി നൽകി എന്നറിഞ്ഞ ബിഷപ്പ് കാമിലിയോ ബല്ലിൻ പുതിയ ദേവാലയം പരിശുദ്ധ കന്യാമാതാവിന്റെ നാമധേയത്തിലായിരിക്കണമെന്ന് തീരുമാനിച്ചു. പുതിയ ദേവാലയത്തിന്റെ കൂദാശയ്ക്കായി പ്രാർത്ഥനാപൂർവ്വം തയ്യാറെടുക്കുകയാണ് വിശ്വാസി സമൂഹം ഒന്നാകെ. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. ദുബായ് എക്സ്പോ വാർത്തകൾ. UAE ദേശീയ ദിനാചരണത്തിൽ അറേബ്യൻ വേൾഡ് റെക്കോർഡ് നേടി ലോകത്തിലെ ഏറ്റവും വലിയ ബുർഖ. ദുബായ് എക്സ്പോ 2020-ന്റെ വുമൻസ് പവലിയനിലാണ് ബുർഖ പ്രദർശിപ്പിച്ചത്. ഒരു പറ്റം എമിറാത്തി വനിതകളാണ് ബുർഖ നിർമ്മാണത്തിന് പിന്നിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ബുർഖ പ്രദർശിപ്പിച്ച് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ കാഴ്ചയാണ് ദേശീയ ദിനത്തിൽ എക്സ്പോ 2020-ലെ വിമൻസ് പവലിയനിൽ കണ്ടത്. UAE ദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായി എമിറാത്തി വനിതകൾ ചേർന്നാണ് ബുർഖ തയ്യാറാക്കിയത്. UAEയിലെ മുതിർന്ന എമിറാത്തി വനിതകൾ ധരിക്കുന്ന തരത്തിലുള്ള UAEയുടെ പാരമ്പര്യത്തിന്റെ കൂടി ഭാഗമായ ബുർഖയാണ് ഇവർ തയ്യാറാക്കിയത്. ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എമിറാത്തി വനിതാ കൂട്ടായ്മയായ ചിക്കാര ഗ്ലോബലിന്റെയും ജൗഹറ ജ്വല്ലറിയുടെയും സഹകരണത്തോടെ അൽബക്ഷ സായി ഇനീഷ്യേറ്റീവും ചേർന്നാണ് ബുർഖയുടെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത്. 100 സെന്റിമീറ്റർ വീതിയും 60 സെന്റിമീറ്റർ ഉയരവുമാണ് ഈ ബുർഖയ്ക്കുള്ളത്. തയ്യാറാക്കിയ ബുർഖ ലോകത്തിലെ ഏറ്റവും വലിയ ബുർഖ എന്ന അറേബ്യൻ വേൾഡ് റെക്കോർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. UAEയുടെ 50ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് എക്സ്പോ 2020-യുടെ വുമൻസ് പവലിയനിൽ നടന്ന ചടങ്ങിൽ അറേബ്യൻ വേൾഡ്സ് റെക്കോർഡ് അഡ്വൈസർ ഹുദൈഫ ഇബ്രാഹിം, അൽബക്ഷ സ്ഥാപക ഡോക്ടർ മറിയം കിതൈത്ത്, മുഹമ്മദ് തംജീദ് അബ്ദുള്ള, മറിയം ഖായിദ്, ഡോക്ടർ റീം തർക്കി എന്നിവർ വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചു. റിവാക് ഔഷ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ മൊസ ഉബൈദ് ഗോബാഷ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും
വുമൺ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻഷ്യൽ അവാർഡ് ജുമാന ഖാനും സമ്മാനിച്ചു. രാജ്യത്തിന്റെ സുവർണ ജൂബിലി ദിനാചരണത്തോടനുബന്ധിച്ച് ചരിത്രത്തിൽ ഇടം നേടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും UAE രാഷ്ട്രമാതാവ് ഷെയ്ഖ ഫാത്തിമ ബിൻറ്റ് മുബാറക്കിന് ഈ അവാർഡ് സമർപ്പിക്കുന്നതായും ഷിക്കാര ഗ്ലോബൽ സ്ഥാപക ഡോക്ടർ മറിയം അൽ കിതായിത്ത് പറഞ്ഞു. at Dubai Expo. വീണ്ടും വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വൻതോതിൽ വെള്ളം തുറന്നുവിട്ട തമിഴ്നാട്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടിയതോടെയാണ് 9 ഷട്ടറുകൾ 120 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. നിലവിൽ 5 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. തമിഴ്നാടിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചു. എന്നിട്ടും ഇങ്ങനൊരു സ്ഥിതി വരുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ മാത്രമല്ല ആരുമായിട്ടും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതുണ്ടായതിൽ അതീവമായ കുണ്ഠിതവും ദുഃഖമുണ്ട്. വീണ്ടും ഈ വിഷയം കോടതിയുടെ ശ്രദ്ധ കൊണ്ടുവരാൻ പോലും നാളെ തന്നെ തയ്യാറാകും. ഇതേതായാലും ഇതിനൊരു നടപടിക്രമം നിശ്ചയിച്ച് മേൽനോട്ട സമിതി ഇത്തരം ഘട്ടങ്ങളിൽ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ ഒരു വേർഷുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ നമ്മൾ വീണ്ടും ഒന്നും കൊണ്ട് റിമൈൻഡർ ചെയ്യും. ഏതായാലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക, ബുദ്ധിമുട്ട് ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ഈ തീരദേശത്തുണ്ടായിരുന്നു. ഈ രാത്രിയിൽ ഇവിടെ നിൽക്കുക, അവരുടെ വികാരങ്ങൾ, അവരുടെ ഉത്കണ്ഠ, ബുദ്ധിമുട്ട് അതൊന്നും നമുക്ക് എതിര് പറയാവുന്ന ഒന്നല്ല. രാത്രിയിൽ വീണ്ടും അണക്കെട്ട് തുറന്നുവിട്ടതിനെതിരെ ജനങ്ങൾ പലയിടങ്ങളിലും പ്രതിഷേധിച്ചു. നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. ഈ കുഞ്ഞിനായിട്ട് 2 മാസം പ്രായമേ ഉള്ളൂ. പിന്നെ വെള്ളം കയറിയോ? കയറാറായി. രാത്രി ഞങ്ങൾ ഇതുവരെ മെമ്പർ വന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കയറി നമ്മൾ മാറിച്ചു. അവർ ഞങ്ങളുടെ കയറി. ഇടുക്കി ഡാം നാളെ തുറക്കും. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ രാവിലെ 6 മണി മുതൽ ഡാമിന്റെ ഒരു ഷട്ടർ 40 സെന്റിമീറ്റർ മുതൽ 180 സെന്റിമീറ്റർ വരെ ഉയർത്തി 40 മുതൽ 180 ക്യൂമക്സ് വരെ നിയന്ത്രിത അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കിവിടാനാണ് തീരുമാനം. ചെറുതോണി ഡാമിന്റെ താഴെ പ്രദേശത്തുള്ളവരും പെരിയാറിന്റെ തീരത്തുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. രാഹുൽ, വണ്ടിപ്പെരിയാറിലെത്തിയോ? എന്താണ് നിലവിൽ അവിടുത്തെ അവസ്ഥ? ജോൺ, ഇപ്പോൾ ഞാൻ മഞ്ചുമല ആറ്റോരത്താണ് നിൽക്കുന്നത്. ഈ കാണുന്ന ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം ഈ ഒരളവിൽ വരെ വെള്ളം കയറിയിരുന്നതാണ്. ഇതിന് താഴെ, ഈ വീടിന് താഴെ ഒരു നിലയുണ്ട്. ആ നില പൂർണ്ണമായിട്ടും മുങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ഷട്ടറുകൾ അടച്ചു തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജലനിരപ്പ്, ഈ ഒരു പെരിയാറിലെ ജലനിരപ്പ് കുറയാനിടയായത്. അങ്ങനെ ഇപ്പോൾ വെള്ളം കുറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരളവിലെല്ലാം വെള്ളം ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഈ വീട്ടിൽ താമസിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ താഴത്തെ ഒരു നില മുങ്ങി നിൽക്കുകയാണ്. ഈ ഒരു പ്രദേശത്തുള്ള ഏരിയയിലെ എല്ലാ വീടുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഈ വീട്ടിലെ ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഓരോ ദിവസവും ഇവിടെയുള്ള അവസ്ഥ എന്നുള്ള കാര്യം ചോദിക്കാം. ചേട്ടാ, ഇന്ന് വലിയൊരളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ, ആ ഒരു അവസരം? ഞങ്ങൾ ഇത് ഒരു 2 മണിക്കൂർ മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കടയും വീടെല്ലാം അടച്ചിട്ട് എല്ലാവരും മേളിൽ പോയി. പിള്ളേരെയും അമ്മായി അത്തയിലും മേളിലായിരുന്നു. അപ്പം വെള്ളം ഇറങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഇറങ്ങി വന്നത് താഴോട്ട്. പിന്നെ ഈ 1 മാസമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. രാത്രി ഉറക്കമില്ല. രാത്രിയാണ് തുറന്നു വിടുന്നത് അവർ. പകലാണേലും കുഴപ്പമില്ല, രാത്രി തുറന്നിട്ട് എവിടെ പോകാനും പറ്റാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോൾ എല്ലാവരും പോയിരിക്കും, വെളിയിലായിരുന്നു ഇത്രയും. 1 മാസമായിട്ട് ഇത് തന്നെ ഗതി. മുന്നറിയിപ്പൊക്കെ കിട്ടുന്നുണ്ടോ? കൃത്യമായി ഒരു അറിയിപ്പും കിട്ടുന്നില്ല. വെള്ളം തുറന്നു കഴിഞ്ഞ് വരുമ്പോൾ അറിയാം, ഒന്നീ മൈക്കൽ ലെൻസ് ഏതെങ്കിലും, അല്ല വേറൊരു പ്രശ്നവുമില്ല. കിടന്നുറങ്ങിയിട്ടാണ് 1 മാസം കഴിഞ്ഞു. വേറെ വീടുമില്ല. എവിടെയെങ്കിലും ക്യാമ്പുകളിലേക്കൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ പറഞ്ഞായിരുന്നു. അത് ഈ വെള്ളം തുറന്നു വിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ പറയും, ആരെങ്കിലും ആൾക്കാർ വന്ന് അവിടെ പോയിക്കോ ഇവിടെ പോയിക്കോ എന്ന്. നമ്മൾ സാധനം നോക്കുക, അല്ല അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക. ഈ കുഞ്ഞുങ്ങളെയൊക്കെ വാരി വലിച്ചുകൊണ്ട് എങ്ങോട്ട് പോകാനാ? 1 മാസമായി ഇത് തന്നെ ബുദ്ധിമുട്ട്. താഴത്തെ നിലയിലൊക്കെ ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നതാണ്. രാഹുലിന്റെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവിടുത്തെ ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. അപ്പോൾ അവർ നോക്കിയിട്ടൊക്കെ പോയി. അവരുടെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അവസ്ഥ ഇതാണ്. അവിടെ സാധനങ്ങൾ, കട്ടിലൊക്കെ, അലമാരി, അങ്ങനെ കുറേ സാധനങ്ങൾ, അത് എടുക്കാൻ പറ്റില്ല അവിടെ നിന്ന്.
എന്താണേലും ഇതാണ് അവസ്ഥ. പല വീടുകളിലും ഇത് തന്നെ സമാന അവസ്ഥ തന്നെയാണ്. ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. കൃത്യമായിട്ടും വലിയ പ്രതിഷേധമാണ് ഈ ഒരു തമിഴ്നാടിൻ്റെ നടപടിയിൽ നാട്ടുകാർക്കുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വെള്ളം വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ജോൺ. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. കുവൈറ്റിൽ താമസ നിയമലംഘകരെ കണ്ടെത്തുന്നതിനുള്ള സുരക്ഷാ പരിശോധനകൾ വീണ്ടും ആരംഭിക്കണമെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ വ്യക്തമാക്കി. തൊഴിൽ കരാറുള്ള കമ്പനിയിൽ അല്ലാതെ പുറത്തുള്ള കമ്പനികളിൽ അനധികൃതമായി ജോലി ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു. തൊഴിലാളികൾ കൂടുതലുള്ള മേഖലകളായ ജലീബ്, ഷുവൈഖ് ഇൻഡസ്ട്രിയൽ ഏരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുവൈറ്റിൽ വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് മാൻ പവറുമായി ബന്ധിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മാൻ പവർ അതോറിറ്റിയും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഏകോപനം ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം വഴിയായിരിക്കും നടപ്പിലാക്കുക. ഇതോടെ ട്രാഫിക് വകുപ്പിൽ ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ വിദേശികളുടെ തൊഴിൽ സ്റ്റാറ്റസും ശമ്പളവും ഉദ്യോഗസ്ഥന് പരിശോധിക്കുവാൻ സാധിക്കും. നേരത്തെ വിദേശികൾക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള നിബന്ധനകൾ കർശനമാക്കിയിരുന്നു. പ്രതിമാസം 600 ദിനാർ ശമ്പളം ഉൾപ്പെടെ വിവിധ നിബന്ധനകൾ പാലിക്കുന്നവർക്ക് മാത്രമേ നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ അനുവാദമുള്ളൂ എന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ USA ഫെസ്റ്റിവലിന് തുടക്കമായി. ലുലു ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ US എംബസി ഇക്കണോമിക് കൗൺസിലർ പാട്രിക് എൽഷൌ ഉദ്ഘാടനം ചെയ്തു. ഡിസ്കവർ അമേരിക്ക എന്ന പേരിൽ നടക്കുന്ന ഫെസ്റ്റിവൽ 7 ദിവസം നീണ്ടുനിൽക്കും. ഫെസ്റ്റിനോടനുബന്ധിച്ച് USA ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. ഗാംബിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അഡാമ ബാരോയ്ക്ക് വീണ്ടും ജയം. തുടർച്ചയായ 2ാം തവണയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ശനിയാഴ്ച നടന്ന ഗാംബിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ 2ാം തവണയും പ്രസിഡന്റായി അഡാമോ ബാരോ തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി പുതിയ പാർട്ടി രൂപീകരിച്ച് 53%-ലധികം വോട്ടുകൾ നേടിയാണ് ബാരോ വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഗോലി എണ്ണൽ സംവിധാനത്തിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ബാരോയെ കൂടാതെ 5 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ആ ഭാഗ്യവാൻ ഞാനാണെന്നും ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഗാംബിയയെ ഒരു മികച്ച രാജ്യമാക്കാൻ ശ്രമിക്കുമെന്നും ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഡാമോ ബാരോ പറഞ്ഞു. അതേസമയം സുതാര്യമായ തെരഞ്ഞെടുപ്പല്ല നടന്നതെന്നും ബാരോയുടെ വിജയത്തെ അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും ഒരു വിഭാഗം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മുൻ സ്വേച്ഛാധിപതി യായ ജാമെ 2016 അഡാമോ ബാരോയോട് പരാജയപ്പെട്ട് അധികാരത്തിൽ നിന്നും ബലമായി പുറത്താക്കപ്പെട്ടതിനു ശേഷം രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ നിർണായക പരീക്ഷണമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. ഗ്രറ്റ സെബാസ്റ്റിനൊപ്പം ബ്ലസൻ ചെറുവക്കൽ, 24 ആഫ്രിക്ക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും എക്സ്പ്ലെയിനറുകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.